ഹലോ എവരിവൺ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ മലമ്പുഴ ഫാൻറ്റസി പാർക്ക് പോയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 7 ഒക്കെ ആകുമ്പം സ്റ്റാർട്ട് ചെയ്തു. വേറെ ആരുമില്ല, ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. അപ്പം നേരെ ഫാൻറ്റസി പാർക്കിലേക്കാണ് കേട്ടോ പോണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഞങ്ങൾ ചൂസ് ചെയ്തത് വെജാണ്. വെള്ളപ്പവും സ്റ്റൂ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തി, കഴിച്ചു കേട്ടോ. വേഗം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 3 hours ട്രാവലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പം ക്ലൈമറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കണ്ടോ, ആകാശമൊക്കെ എന്ത് ഭംഗിയാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതാ അങ്ങനെ ഒരു 10 ഒക്കെ ആകുമ്പം ഫാൻറ്റസി പാർക്കിൽ എത്തി കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ടിക്കറ്റ് എടുക്കണം കേട്ടോ. കുറച്ച് ഫാമിലീസൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ പോയിട്ട് കാണാം കേട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങൾ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, അതേപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. കണ്ണൊന്നും തുറക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയപ്പം ഒരുപാട് ഫാമിലീസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറമെ കാണുന്ന മാതിരിയല്ല, ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ചാർജ് വന്നിട്ട് ഒരു 750 ഒക്കെയാണ് കേട്ടോ വലിയ ആൾക്കാർക്ക്. കുട്ടികൾക്കൊരു 550 അറേഞ്ച് ചെയ്യണം. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കേട്ടോ. റൂംസൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് ലോക്കറിൻ്റെ അകത്ത് ഇതായിരിക്കും ലോക്കർ. നമുക്കൊരു ബാൻഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇത് കാണിച്ചാൽ ലോക്കർ ഓപ്പൺ ആവും. നമ്മളെ ലഗേജ്, നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുത്തു വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പുള്ളൊക്കെ വെള്ളം നിറയ്ക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 12 ഒക്കെ ആകുമ്പോഴേ അത് ഫുള്ള് ആവത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ ചോദിച്ച സമയത്ത് അവരങ്ങനെയാണ് പറഞ്ഞത്. ചില ഭാഗത്തൊക്കെ ഫില്ലായി വരുന്നുണ്ട്. അപ്പം ഈ പൂളിലൊക്കെ വെള്ളം ഫില്ലാവുന്നതിൻ്റെ മുന്നേ നമുക്ക് അവിടെ കുറേ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ആ റൈഡൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ വെള്ളത്തിൽ ചാടി കഴിഞ്ഞിട്ട് പിന്നെ ചില റൈഡിൽ കയറാൻ പറ്റില്ല. അപ്പം ആദ്യം അങ്ങനത്തെ റൈഡിലൊക്കെ കയറാനാണ് അവർ പറഞ്ഞിരുന്നത്. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മോൻ അത് കണ്ടിട്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കായിരുന്നു. അപ്പം നമുക്കിതാ ഓരോ റൈഡ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് സ്ട്രൈക്കിംഗ് കാർസ് ഇല്ലേ, അപ്പം അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നെക്സ്റ്റ് റൈഡ് ഒരു റോക്കറ്റ് പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനം കേട്ടോ. ഏട്ടനും മോനും അതിൽ കയറി. എനിക്ക് ഈ ഹൈറ്റിലുള്ള സംഗതികളൊക്കെ ഭയങ്കര പേടിയായിപ്പോൾ. അതുകൊണ്ട് ഞാനിവിടെ അവർ കയറിയിട്ട് ഇങ്ങനെ പോകുന്ന നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുക, പേടിയുള്ള പോലെ അഭിനയിക്കുക കേട്ടോ. രണ്ടുപേർക്കും ഒരു പേടിയുമില്ല. എനിക്കാണ് ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കയറാൻ പേടി. പിന്നെ മുകളിൽ പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് താഴത്തേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ.
ബട്ട് ഞാനിത് കോളേജ് ടൈമിൽ ഞാൻ ഐവിക്ക് പോയ സമയത്ത് അതിലൊക്കെ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഏതിലെങ്കിലും റൈഡിൽ കയറണമല്ലോ വിചാരിച്ചിട്ട് ലാസ്റ്റ് ഇതാ ഈ ഒരു ഊഞ്ഞാൽ കണ്ടപ്പം അതിൽ കയറിയിട്ടോ. എൻ്റെ വിചാരം ഇത് മെല്ലെ ഈ ഒരു സ്പീഡിൽ പോവുള്ളൂ. കുറച്ച് കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. ഞാൻ ഫോണൊക്കെ എടുത്ത് എവിടെയാണ് വെച്ചതെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായ സ്പീഡായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ തെറിച്ചു പോയിന്ന്. അത്രയ്ക്കും സ്പീഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി വേറെ റൈഡിലൊന്നും കയറൂലെന്ന്. പിന്നെ കുട്ടികളുടേതായ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് നല്ല നല്ല റൈഡുകളുണ്ട്. പക്ഷെ മോൻ അതിലൊന്നും കയറുന്നില്ല. ഓന് കുറച്ച് സ്പീഡുള്ളതും പൊന്തുന്നതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞു കുട്ടികളുടെ ഇതിലൊന്നും ആൾ കയറിയില്ല. പിന്നെ അവിടെ സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ട് കേട്ടോ ഒരു ആന അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോയി. സൈഡിൽ നിന്ന് ഇങ്ങനെ ആനേൻ്റെ ഒച്ച ഇങ്ങനെ വരാം. അപ്പോഴേക്കും സമയം ഒരു 1 ആയിട്ടോ. വിശന്നപ്പം നമ്മൾ നേരെ ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ വീണ്ടും പൂളിലേക്ക് വന്നു. മാക്സിമം നമ്മൾ പൂള് യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. കുറേ റൈഡുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പൂളിൽ തന്നെ ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു. ഇതാ ഇങ്ങനത്തെയൊക്കെ വരുന്നത്. ഇപ്പം കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അത്രയ്ക്കും എൻജോയബിളാണ്. അപ്പം നമ്മളിതാ ഒരു 3 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. നമ്മളിനി നേരെ മലമ്പുഴ ഡാം കാണാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറണം കേട്ടോ. ഈ എൻട്രൻസിലൊക്കെ നല്ല പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഏരിയ. ഇനി നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗാർഡൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓരോ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല വെയിലുണ്ട്. അതാണ് ഈ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന കേട്ടോ. ഇല്ലാഞ്ഞാൽ ആകെ ടാൻ അടിച്ച് പണിയാവും. അപ്പോൾ അതാ നമ്മൾ ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. ആ എൻഡിൽ ഒരു ക്രീം കളർ വോളില്ലേ, അവിടേക്ക് എത്തണം കേട്ടോ നമുക്ക്. അപ്പോൾ അത്രയും നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ മുകളിൽ കണ്ടോ റോപ്പ് വേയിൽ ആൾക്കാർ പോകുന്നത്. നമുക്ക് ഡാം കണ്ടതിന് ശേഷം നമ്മൾ റോപ്പ് വേയിൽ മിക്കവാറും കയറുണ്ടാവും കേട്ടോ. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്, പക്ഷേ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതാ മോന് കുറച്ച് പൂവൊക്കെ കണ്ടപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയി കേട്ടോ. എന്താ അറിയില്ല, പൂക്കൾ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഭയങ്കര കാറ്റാണ് കേട്ടോ, കാണുമ്പോൾ മനസ്സിലാവും. സൈഡിൽ സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ കയറിയാൽ നേരെ മുകളിലെത്തും കേട്ടോ. അങ്ങനെതാ മുകളിലെത്തി. അപ്പം ഇതാണ് മലമ്പുഴ ഡാം. ഒരുപാട് പേര് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. ആക്ച്വലി ഇവിടെ നിൽക്കുമ്പം എന്തോ ഒരു ചെറിയ ടെൻഷൻ വരുന്നുണ്ട്. ഏതായാലും ഡാമല്ലേ, അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും. ഇനി താഴേക്ക് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ, മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അതിനുശേഷം നമ്മളിതാ റോപ്പ് വേയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ആകെപ്പാടെ ഇത് ടെൻഷനായിട്ട് വയ്യ, എങ്ങനെയാ. അങ്ങനെ ലാസ്റ്റ് കയറി കേട്ടോ. കയറി കഴിഞ്ഞപ്പോഴുള്ള റിയാക്ഷനാണ് എനിക്ക് എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഒരു മൊത്തത്തിലൊരു തരിപ്പായിപ്പോയി. പേടിച്ചു സത്യം പറഞ്ഞാൽ. അത് നമ്മൾ ആ റോപ്പ് വരുമ്പോഴേക്കും നമ്മൾ വേഗം കയറിയൊക്കെ ഇരിക്കണം കേട്ടോ. കുറച്ച് ഇരുടായതിനെ കൊണ്ട് താഴേക്ക് വല്ലാതെ ഞാൻ നോക്കിയിട്ടില്ല.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ താഴെത്തി ഒരു സ്വീറ്റ് കോണൊക്കെ കഴിച്ചു. നമ്മളിതാ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടാറ്റാ.